നിന്നിലേക്ക് ഭാഗം 54. മിത്ര വീട്ടിലാണ്. അവൾ വീട്ടിലെത്തിയിട്ട് നേരം ഒരുപാടായി. സോഫയിലേക്ക് ചാരി കണ്ണുകൾ അടച്ചിരിക്കുന്ന അവളുടെ കണ്ണിൻ്റെ ഇരു സൈഡിലൂടെയും കണ്ണുനീർ ഒഴുകിയിറങ്ങുന്നുണ്ട്. അവൾ അതിനെ തുടച്ചു നീക്കുന്നതിനനുസരിച്ച് അവ വീണ്ടും വീണ്ടും നിറഞ്ഞു വരുന്നു. അവളുടെ ഓർമ്മകൾ മുഴുവൻ കിരൺ പറഞ്ഞ കാര്യങ്ങളിലായിരുന്നു. അവൾ കണ്ണുകൾ അമർത്തി തുടച്ച് ക്ലോക്കിലേക്ക് നോക്കി. സമയം 6 മണി കഴിഞ്ഞിരിക്കുന്നു. അവളൊന്ന് നിശ്വസിച്ചുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റ് അടുക്കളയിലേക്ക് നടന്നു. മുഖത്ത് ശക്തമായി വെള്ളം തെറിപ്പിച്ച് അവൾ കണ്ണാടിയിലേക്ക് നോക്കി. അവളുടെ കണ്ണുകളും മൂക്കുമെല്ലാം ആകെ ചുവന്നിരിക്കുന്നു. കണ്ണിൻ്റെ തടം വീങ്ങിയിരിക്കുന്നു. അതിലേക്ക് തന്നെ ഉറ്റുനോക്കവേ അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു വന്നു. കഴുത്തിൽ കിടക്കുന്ന താലിയിലേക്ക് നോട്ടം ചെന്നെത്തിയതും ഒരു വേള അവളുടെ കണ്ണുകളിൽ എന്തിനോ വേദന നിറഞ്ഞു. ആ താലി കയ്യിലെടുത്ത് അവൾ അതിലേക്ക് മുഖം പൂഴ്ത്തി പൊട്ടിക്കരഞ്ഞു ഏറെ നേരം. അപ്പോഴും ടേബിളിന് മുകളിലിരുന്ന് സൈലൻ്റായി കിടക്കുന്ന അവളുടെ ഫോൺ റിങ് ചെയ്യുന്നത് അവൾ അറിഞ്ഞിരുന്നില്ല. വിളക്ക് വെച്ച് അതിലേക്ക് ഉറ്റുനോക്കുമ്പോൾ ഇനി എന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് അവൾക്ക് അറിയുമായിരുന്നില്ല. കണ്ണുകൾ നിറയുന്നതിനോടൊപ്പം ചുണ്ടുകൾ വിറയ്ക്കുന്നുണ്ട്. വിളക്കുമായി സിറ്റൗട്ടിൽ നിന്നും തിരിഞ്ഞു നടക്കാനൊരുങ്ങുമ്പോൾ ഒരു ബുള്ളറ്റിൻ്റെ ശബ്ദം അടുത്തടുത്ത് വരുന്നത് മിത്ര അറിഞ്ഞു. അവൾ തിരിഞ്ഞു നോക്കി. അപ്പോഴേക്കും ശിവയുടെ ബുള്ളറ്റ് വീട്ടിനു മുന്നിൽ വന്നു നിന്നിരുന്നു. മിത്ര അവൻ്റെ കോലം കണ്ട് ഒന്ന് അന്തിച്ചെങ്കിലും കാരണം ചോദിക്കാൻ അവൾക്ക് തോന്നിയില്ല. എങ്കിലും ഷർട്ടിൻ്റെ 2-3 ബട്ടൺ അഴിഞ്ഞു കിടക്കുന്ന അവൻ്റെ വേഷത്തിലേക്കും അവൻ്റെ കലങ്ങിയ കണ്ണുകളിലേക്കും അലങ്കോലമായി കിടക്കുന്ന മുടിയിലേക്കും അവളുടെ നോട്ടമെത്തി. അവൻ അവളെ നോക്കിയൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. എന്നാൽ മിത്ര അത് ശ്രദ്ധിക്കാതെ അകത്തേക്ക് തിരിഞ്ഞു നടന്നു. അവളെ കൂട്ടിക്കൊണ്ടുവരാൻ ചെല്ലാത്തതിലുള്ള പരിഭവമാണെന്നാണ് ശിവ കരുതിയത്. അവൻ ഒന്ന് നിശ്വസിച്ചുകൊണ്ട് നേരെ അകത്തേക്ക് കയറി. അടുക്കളയിൽ പാത്രങ്ങളുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. ശിവ അങ്ങോട്ട് ഒന്നുകൂടി നോക്കി ഡ്രസ്സ് എടുത്ത് നേരെ ബാത്റൂമിലേക്ക് നടന്നു. ശ്രീ. അടുക്കളയിൽ പാത്രങ്ങൾ കഴുകുകയായിരുന്ന മിത്രയ്ക്കരികിൽ വന്നു നിന്നുകൊണ്ട് ശിവ വിളിച്ചു. മിത്ര അത് കേൾക്കാത്തതുപോലെ ജോലി തീർക്കാൻ തുടങ്ങി. എടി സോറി, കുറച്ച് തിരക്കിൽ പെട്ടുപോയി. എൻ്റെ ഒരു ഫ്രണ്ടിന് പെട്ടെന്നൊരു ആക്സിഡൻറ്റ്. ഞാൻ അങ്ങോട്ട് പോയതാ. നിന്നെ വിളിച്ചു പറയാൻ പറ്റിയില്ല. പക്ഷേ അത് കഴിഞ്ഞ് നിന്നെ ഞാൻ കുറേ വിളിച്ചിരുന്നു. നീ എന്താ ഫോൺ എടുക്കാന്നേ? അവൻ ചോദിച്ചു. മിത്ര അപ്പോഴും ഒന്നും മിണ്ടാതെ ജോലി തീർക്കുകയാണ്. ശ്രീ, എന്താ മിണ്ടാത്തേ? ദത്തേട്ടനോട് പിണക്കാണോ? അവൻ അവളിലേക്ക് ഒന്നുകൂടി ചേർന്ന് നിന്നു. എന്നാൽ മിത്ര അസ്വസ്ഥതയോടെ അവനിൽ നിന്നും അകന്നു നിൽക്കുകയാണ് ചെയ്തത്. ശിവയുടെ നെറ്റി ചുളിഞ്ഞു. നിനക്കത് എന്തു പറ്റി? ഞാൻ സോറി പറഞ്ഞില്ലേ? ഒരത്യാവശ്യം ഉണ്ടാകുമ്പോൾ പിന്നെ പോണ്ടേ? അവളുടെ മൗനം കണ്ട് ദേഷ്യത്തിൽ ശിവ ചോദിച്ചു. ആരാ അത്യാവശ്യക്കാരൻ? മിത്ര അവനെ ദേഷ്യത്തോടെ നോക്കി. ശിവയൊന്ന് പതറി. അത് നീ അറിയാത്ത ഫ്രണ്ടാ, അവൻ വെപ്രാളത്തോടെ പറഞ്ഞു. ഞാൻ അറിയാത്ത ഫ്രണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് ഞാൻ അറിയാത്ത ഫ്രണ്ടൊക്കെ ഉണ്ടല്ലേ? ആ, അത് നന്നായി എന്തായാലും, മിത്ര ദേഷ്യത്തോടെ പറഞ്ഞു. ശിവ അവളെ ഗൗരവത്തോടെ നോക്കി. നിനക്കത് എന്താ പറ്റിയേ? കുറച്ച് തിരക്കിപ്പെട്ടുപോയി, അതുകൊണ്ട് നിന്നെ കൊണ്ടുവരാൻ പറ്റിയില്ല. കൊച്ചു കുഞ്ഞൊന്നല്ലല്ലോ. ഞാൻ വന്നില്ലെങ്കിൽ തനിച്ചു വരാൻ നിനക്ക് അറിയില്ലേ? ദേ, നീ വെറുതെ വഴക്കിന് നിൽക്കരുത് ശ്രീ. അവൻ പല്ല് കടിച്ചു. മിത്ര അവനെ ഒന്ന് നോക്കിക്കൊണ്ട് പെട്ടെന്ന് ഹാളിലേക്ക് നടന്നു. അപ്പോഴാണ് ശിവ അവളുടെ കലങ്ങിയ കണ്ണുകളും വീർത്ത കൺപോളകളും കാണുന്നത്. അവൻ പകച്ചുപോയി. അവൻ അവൾക്കൊപ്പം പോയി പെട്ടെന്ന് അവളെ തനിക്ക് നേരെ തിരിച്ചു നിർത്തി. അപ്പോഴേക്കും വീണ്ടും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങിയിരുന്നു. ശിവ അവളെ വെപ്രാളത്തോടെ നോക്കി. ശ്രീ, എന്താടാ? എന്തിനാ കരയുന്നേ? അവൻ അവളെ തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു. അവൾ പെട്ടെന്ന് അവനിൽ നിന്നും കുതറി മാറി അവനെ ദേഷ്യത്തോടെ നോക്കി അവന് നേരെ വിരൽ ചൂണ്ടി. എന്നെ തുടരുത് നിങ്ങൾ, എനിക്കിഷ്ടല്ല, അവൾ അലറി. ശിവ ഞെട്ടലോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. എന്താ ശ്രീ? എന്തിനാടി എന്നോടിങ്ങനെ? ഞാൻ പറഞ്ഞതല്ലേ, തിരക്കായി പോയതുകൊണ്ടാ. അവൻ്റെ സ്വരമിടറി. പക്ഷേ അവളുടെ കണ്ണുകളിൽ നിറഞ്ഞു നിൽക്കുന്നത് അവനോടുള്ള ദേഷ്യമാണ്. അത് ശിവയ്ക്കും മനസ്സിലായി. എന്തിനോ അകാരണമായൊരു ഭയം തന്നെ ഒന്നാകെ വിഴുങ്ങുന്നത് അവനറിഞ്ഞു. ശ്രീ, എന്താ? അവൻ ചോദിച്ചു. നെഞ്ചിടിപ്പ് ഉയർന്നു. നിങ്ങൾ എന്നോടെന്തെങ്കിലും പറയാത്തതായിട്ടുണ്ടോ?
അവൾ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് അവനോട് ചോദിച്ചു. ശിവയുടെ ശരീരത്തിൽ വിയർപ്പ് കണങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. അവൻ മുഖം കൈകൊണ്ട് അമർത്തിയൊപ്പി. ശ്രീ, നീ ഇതെന്തൊക്കെയാ? മതി, അവൻ പറഞ്ഞു മുഴുവനാക്കും മുന്നേ മിത്ര കൈകൾ ഉയർത്തി അവനെ തടഞ്ഞു. ശിവ ദയനീയമായി അവളെ നോക്കി. അവളെ നഷ്ടപ്പെടുമോ എന്ന ഭയം അവനെ വരിഞ്ഞു മുറുക്കി. ശ്രീ, അവൻ വിളിച്ചു. എന്നോട് നിങ്ങൾ എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടോ? അതാ ഞാൻ ചോദിച്ചേ. മിത്ര വീണ്ടും ചോദിച്ചു. ഇല്ല. ശിവയുടെ സ്വരം ഇടറി. മിത്ര പാഞ്ഞു വന്ന് അവൻ്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചു. ശ്രീ, അവൻ വിളിച്ചു. മിണ്ടരുത് നിങ്ങൾ. ചതിക്കായിരുന്നു അല്ലേ എന്നെ? ഞാൻ നിങ്ങളോട് എന്ത് തെറ്റാ ചെയ്തേ? നിങ്ങളെ സ്നേഹിച്ചതാണോ ഞാൻ ചെയ്ത തെറ്റ്? പറയാൻ അവൾ അവൻ്റെ ഷർട്ടിൽ കുലുക്കിക്കൊണ്ട് ചോദിച്ചു. ശിവ അവളെ വേദനയോടെ നോക്കി. ശ്രീ, ഞാൻ അവൻ്റെ തൊണ്ടക്കുഴി സങ്കടത്താൽ വിങ്ങി. ഇപ്പോഴെങ്കിലും പറയേ. നിങ്ങൾ എന്നോട് എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടോ? എന്തിനാ എന്നെ ചതിച്ച്? സ്നേഹിച്ചിട്ടല്ലേ ഉള്ളൂ ഞാൻ. മിത്ര പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിച്ചു. ശ്രീ, നീ എന്താ പറഞ്ഞു വരുന്നതെന്ന് എനിക്ക്. അവൻ അവളെ നോക്കി വിക്കിക്കൊണ്ട് ചോദിച്ചു. മനസ്സിലായില്ലേ നിങ്ങൾക്കിനിയും? നിങ്ങൾ നല്ലൊരു നടനാണ്, അതല്ലേ ഇത്രയും കാലം എന്നെയും. അവളൊന്ന് തേങ്ങി. ഞാൻ നിന്നെ ചതിച്ചിട്ടില്ല ശ്രീ. അവൻ്റെ കണ്ണുകൾ കലങ്ങി ചുവന്നു. ഇല്ലേ, നിങ്ങൾ എന്നെ ചതിച്ചിട്ടില്ലേ? പിന്നെതെന്താ? പറയ്, ഇതെന്താന്ന്? ഒരലർച്ചയോടെ അവൾ ചോദിക്കുന്നതിനോടൊപ്പം അവൾ ടേബിളിൽ നിന്നും ഒരു ന്യൂസ് പേപ്പർ വലിച്ചെടുത്ത് അവൻ്റെ കാൽച്ചുവട്ടിലേക്ക് എറിഞ്ഞു. ശിവ ഞെട്ടലോടെ ആ പത്രത്തിലേക്ക് നോക്കി. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞ് കാഴ്ചയെ മറച്ചതും അവൻ കൈകൊണ്ട് 2 കണ്ണുകളും അമർത്തി തുടച്ചു. അവൻ അതിലെഴുതിയിരിക്കുന്ന തലക്കെട്ടിലേക്ക് ഉറ്റുനോക്കി. മിഴിനീർ വീണ്ടും ഒഴുകി. എന്താ ഇതൊക്കെ? നിങ്ങൾ തന്നെയാണോ ഇത്? അവളുടെ സ്വരമിടറി. ശ്രീ, അവൻ കണ്ണ് നിറച്ചുകൊണ്ട് വിളിച്ചു. വിളിക്കണ്ട എന്നെ. എല്ലാം തീർന്നു ഇന്നുകൊണ്ട്. അവൾ കണ്ണു തുടച്ചുകൊണ്ട് വാശിയോടെ പറഞ്ഞു. ശിവ പകപ്പോടെ അവളെ നോക്കിക്കൊണ്ട് അവൾക്ക് മുന്നിലായി വന്നു നിന്നു. ശ്രീ, അങ്ങനെ പറയില്ല മോളെ. ദത്തേട്ടൻ ഒരു തെറ്റ് ചെയ്തിട്ടില്ല. അവൻ ഹൃദയം പിളരുന്ന വേദനയോടെ പറഞ്ഞു. ഇല്ലേ, നീ ചെയ്തിട്ടില്ലേ? പെട്ടെന്ന് വാതിൽക്കൽ നിന്നും ഒരു ശബ്ദം ഉയർന്നു കേട്ടു. ശിവയുടെയും മിത്രയുടെയും നോട്ടം അങ്ങോട്ട് പോയി. കിരൺ, ശിവ ഞെട്ടലോടെ വിളിച്ചു. എന്നാൽ അവനൊപ്പം അകത്തേക്ക് കയറി വരുന്ന മൈക്കിളിനെ കണ്ട് അവൻ്റെ ഞരമ്പുകൾ ദേഷ്യത്താൽ പിടഞ്ഞു. മൈക്കിൾ അവനെ പുച്ഛത്തോടെ നോക്കി. മിത്ര കണ്ണ് നിറച്ചുകൊണ്ട് അവരെ നോക്കി. നീ എന്താ പറഞ്ഞേ? നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലാന്നോ? പറയടാ. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലേ? പറയാൻ. കിരൺ ഒരലർച്ചയോടെ ശിവയെ പുറകിലേക്ക് തള്ളി. ശിവ ചുമരിൽ പോയി ഇടിച്ചു നിന്നു. അവൻ മിത്രയെ നോക്കി. അവൾ കണ്ണ് നിറച്ചുകൊണ്ട് അവനെ ദേഷ്യത്തോടെ നോക്കുകയാണ് അപ്പോഴും. ശിവയുടെ കണ്ണുകൾ വീണ്ടും ആ ന്യൂസ് പേപ്പറിലേക്ക് നീണ്ടു. അതിലെ ഹെഡിങ് വായിക്കുമ്പോൾ അവൻ്റെ കണ്ണുകൾ വീണ്ടും പെയ്തുപോയി. യുവ ബിസിനസ്മാൻ ശിവദത്തൻ അറസ്റ്റിൽ. സ്വന്തം സഹോദരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയതിനാണ് അറസ്റ്റ്. അത് വായിച്ച് ശിവ മുഖം പൊത്തി പൊട്ടിക്കരഞ്ഞു. മൈക്കിളും കിരണും നിറഞ്ഞ പുച്ഛത്തോടെ ആ കാഴ്ച നോക്കിക്കണ്ടു. തനിച്ചായിരിക്കുന്നു ശിവദത്തൻ. ഭാര്യ പോലും അവനെ തള്ളി പറഞ്ഞിരിക്കുന്നു. മൈക്കിളിൻ്റെ ചുണ്ടിൽ പുച്ഛച്ചിരി വിരിഞ്ഞു. ഞാനല്ല ശ്രീ. ശിവ കരഞ്ഞുകൊണ്ട് മിത്രയോട് പറഞ്ഞ് അവൾക്ക് മുന്നിൽ കൈകൂപ്പി. കിരണും മൈക്കിളും ആ കാഴ്ച കണ്ട് സന്തോഷത്തോടെ നിന്ന നിമിഷം മിത്ര പാഞ്ഞു ചെന്ന് ശിവയെ ഇറുക്കി കെട്ടിപ്പിടിച്ചു കഴിഞ്ഞിരുന്നു. ഞെട്ടി. ശിവയടക്കം അവിടെയുള്ള മറ്റു 2 പേരും ഞെട്ടി. ശ്രീ, അവൻ വിശ്വസിക്കാൻ കഴിയാതെ അവളെ വിളിച്ചു. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ശിവ കണ്ണുകൾ അമർത്തി തുടച്ചു. അവളുടെ കണ്ണിൽ നിറഞ്ഞു നിന്ന ദേഷ്യം മാറി അവിടെ വീണ്ടും പ്രണയം നിറയുന്നത് ശിവ പകപ്പോടെ നോക്കുമ്പോഴേക്കും മിത്രയുടെ ചുണ്ടുകൾ അവൻ്റെ മുഖമാകെ പതിച്ചു കഴിഞ്ഞിരുന്നു. നെറ്റിയിൽ, കണ്ണിൽ, മൂക്കിൽ, കവിളിൽ, ഒടുവിൽ അവൻ്റെ വിറയാർന്ന ചുണ്ടുകളിൽ. ചുണ്ടിൽ നിന്നവൾ അകന്നു മാറുമ്പോൾ ശിവ അവളെ അത്ഭുതത്തോടെ നോക്കി. ശ്രീ, അവൻ വിളിച്ചു. അവൾ പെട്ടെന്ന് അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു.
എനിക്കറിയാം എൻ്റെ ദത്തേട്ടനെ. എൻ്റെ റൗഡി ഒരിക്കലും ചെയ്യില്ല ഇങ്ങനൊരു തെറ്റ്. പേടിച്ചോ? ഞാൻ എൻ്റെ ദത്തേട്ടനെ അവിശ്വസിക്കുന്നു കരുതിയോ? അവൾ അലിവോടെ അവനെ നോക്കി. ശിവ അവളുടെ നെറ്റിയിൽ അമർത്തി മുത്തി പ്രണയത്തോടെ. ഇരുവരുടെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു ആ സമയം. ഞാൻ ഞാൻ ഇല്ലാണ്ടായി പോയടി. നീ നീ എന്നെ. അവൻ എന്തോ പറയാൻ ശ്രമിച്ചു. അവൾ പെട്ടെന്ന് അവൻ്റെ മുഖം കൈകളിൽ കോരിയെടുത്തു. ശിവ അവളുടെ മുഖത്തേക്ക് നോക്കി. ശ്രീമിത്രയുടെ ദത്തേട്ടൻ ഒരിക്കലും ഒരു പെണ്ണിനോട് ഇങ്ങനെ ചെയ്യില്ല. അതെനിക്ക് എൻ്റെ ദത്തേട്ടനോടുള്ള വിശ്വാസമാണ്. എൻ്റെ പ്രാണനാണ്. അവൾ ഇടർച്ചയോടെ പറഞ്ഞു. ശിവയുടെ മനസ്സ് നിറഞ്ഞു. അവൻ അവളെ ചേർത്ത് പിടിച്ച് കണ്ണുകൾ അടച്ചു. പതിയെ കണ്ണു തുറന്ന് മുന്നോട്ട് നോക്കിയ ശിവയുടെ കണ്ണുകൾ രക്തവർണമായിരുന്നു. അത് കണ്ട് കിരണും മൈക്കിളും ഞെട്ടിപ്പോയി. ഡാ! ശിവ കിരണിനും മൈക്കിളിനും നേരെ അലറി. മിത്ര പെട്ടെന്ന് അവനെ ഒന്നുകൂടി ഇറുക്കി പിടിച്ചു. ശിവ അവളുടെ മുഖത്തേക്ക് നോക്കി. ദേ റൗഡി, വെറുതെ വഴക്കുണ്ടാക്കാൻ നിന്നാ ശരിയാക്കും ഞാൻ. അവൾ കണ്ണുരുട്ടി. ശിവ അവളുടെ മുഖത്തേക്ക് അത്ഭുതത്തോടെ നോക്കി. എന്തെങ്ങനെ നോക്കുന്നേ? അവൻ്റെ നോട്ടം കണ്ട് അവൾ ചോദിച്ചു. നീ എന്നോട് ദേഷ്യം കാണിക്കുന്ന കണ്ട് നോക്കിയതാ. അവൻ അവളുടെ കവിളിൽ തലോടി. സോപ്പിടണ്ടാട്ടോ, ഇവന്മാർ പൊക്കോട്ടെ, ശരിയാക്കി തരുന്നുണ്ട് ഞാൻ. അവൾ പല്ല് കടിച്ചു. എന്തിന്? അവൻ സംശയത്തോടെ ചോദിച്ചു. എന്നോടെല്ലാം മറച്ചു വെച്ചതിന്. നിൽക്ക്, ആദ്യം ഇവരെ പറഞ്ഞു വിടട്ടെ. അത്രയും പറഞ്ഞുകൊണ്ട് മിത്ര അവനിൽ നിന്നും അകന്നു നിന്ന് മൈക്കിളിനെയും കിരണിനെയും ദേഷ്യത്തോടെ നോക്കി. ശിവ അവളുടെ മുഖത്തെ ദേഷ്യം കണ്ട് കണ്ണു മിഴിച്ചു നിൽക്കുകയാണ്. ഇന്ന് വരെ കാണാത്തതുപോലെ അവളുടെ മുഖമാകെ ദേഷ്യത്താൽ ചുവന്നിട്ടുണ്ട്. ആ മൂക്കിൻതുമ്പ് പോലും. അവൻ അവളെ തന്നെ നോക്കി നിന്നു. അതേ, നിങ്ങൾ രണ്ടാളെ എന്തെന്നെ പറ്റി കരുതിയേ? നിങ്ങൾ എന്തെങ്കിലും കള്ളം പറഞ്ഞു വരുമ്പോഴേക്കും ഞാനതങ്ങോട്ട് വിശ്വസിക്കുന്നോ? അവൾ ദേഷ്യത്തോടെ അവരോട് ചോദിച്ചു. തങ്ങളുടെ പ്ലാനൊന്നും നടന്നില്ലെങ്കിലും കിരണിന് വിട്ടുകൊടുക്കാൻ ഭാവമുണ്ടായിരുന്നില്ല. അവൻ അവളെ കണ്ണു ചുരുക്കി നോക്കി. ഇത്രയൊക്കെ തെളിവ് കാണിച്ചു തന്നിട്ടും നീ അവൻ ഇങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കുന്നത് കാണുമ്പോൾ അത്ഭുതം തോന്നുന്നു. നീ എന്തൊരു പെണ്ണാണ്! സ്വന്തം ഭർത്താവ്, അതും അവൻ്റെ അനിയത്തിയെ റേപ്പ് ചെയ്ത് കൊന്നിരിക്കുന്നേ. എന്നിട്ട് അവൾക്ക് അവനെ വിശ്വാസമാണ് പോലും. കിരൺ കലിയോടെ പറഞ്ഞു. കിരൺ! ശിവ അവനോട് അലറി പറഞ്ഞുകൊണ്ട് അവന് നേരെ പാഞ്ഞെടുക്കുമ്പോഴേക്കും കിരണിന്റെ കരണം പുകച്ചൊരു അടി കൊടുത്തു കഴിഞ്ഞിരുന്നു മിത്ര. ശിവ ഞെട്ടലോടെ അവിടെ തന്നെ നിന്നുപോയി. നിന്ന് വിറയ്ക്കുവാണ് പെണ്ണ്. ശിവയ്ക്ക് ചിരി വന്നു. എന്നാൽ അപ്പോഴും കലിയടങ്ങാതെ അവനെ നോക്കി നിൽക്കുകയാണ് മിത്ര. നീ എൻ്റെ ദത്തേട്ടനെ പറയുന്നോ? അവൾ വീണ്ടും അവന് നേരെ കൈയോങ്ങി. കിരൺ ഒന്ന് പിന്നിലേക്ക് നിന്നുപോയി. ഇവൾക്ക് വട്ടാണെന്ന പോലെ അവൻ അവളെ നോക്കുന്നുണ്ട്. ശിവ പെട്ടെന്ന് ചിരിയോടെ വന്ന് അവളെ പുറകിൽ നിന്നും ചുറ്റിപ്പിടിച്ചു. ദത്തേട്ടാ വിട്, അവൻ്റെ നാവ് ഞാൻ പറിച്ചെടുക്കും. മിത്ര ദേഷ്യത്തോടെ പറഞ്ഞു. അടങ്ങടി കുള്ളത്തി അവിടെ. ശിവ ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവളുടെ കഴുത്തിൽ അമർത്തി കടിച്ചു. ആ! അവൾ വേദനയോടെ ശബ്ദമുണ്ടാക്കി അവനെ കൂർപ്പിച്ചു നോക്കി. അത് കണ്ട് ശിവ ആ കവിളിലും ഒന്ന് ചുംബിച്ചു. മിത്ര അവനിൽ നിന്നും മുഖം വെട്ടിച്ചുകൊണ്ട് വീണ്ടും അവന്മാരെ നോക്കി. മൈക്കിളിന്റെ നോട്ടം പക്ഷേ മിത്രയുടെ വയറിനെ ചുറ്റിപ്പിടിച്ചിരിക്കുന്ന ശിവയുടെ കയ്യിലായിരുന്നു. ആ കൈകൾ തൻ്റേതായിരുന്നെങ്കിലെന്ന് അവൻ ആഗ്രഹിച്ചുപോയി. മുഖമുയർത്തി നോക്കിയ മൈക്കിൾ തന്നെ ദേഷ്യത്തോടെ നോക്കി നിൽക്കുന്ന ശിവയെ കണ്ട് പകപ്പോടെ അവളിൽ നിന്നും നോട്ടം മാറ്റി. അത് കണ്ട് ശിവയുടെ ചുണ്ടിൽ പുച്ഛം നിറഞ്ഞു. ഡാ! മിത്ര കിരണിനെ വിളിച്ചു. കിരൺ കവിളിൽ കൈവച്ചുകൊണ്ട് അവളെ തുറച്ചു നോക്കി. നോക്കണ്ട, ഇറങ്ങി പൊക്കവിടുന്ന്, ഇല്ലെങ്കിൽ അടുക്കളയിൽ ഇരിക്കുന്ന വാക്കത്തി എടുത്ത് വെട്ടും നിന്നെ ഞാൻ. എൻ്റെ ദത്തേട്ടൻ്റെ പോലെ എനിക്ക് അതിനുള്ള ധൈര്യമുണ്ട്. അവൾ ചീറി. ഇവൾക്കിത് എന്തു പറ്റി ഈശ്വരാ? ശിവ മനസ്സിൽ ദയനീയമായി പറഞ്ഞുകൊണ്ട് അവളെ ഒന്നുകൂടി അവനിലേക്ക് ചേർത്തമർത്തി. നീ എൻ്റെ ദത്തേട്ടനെ കുറിച്ച് ഇല്ലാത്തത് പറയുമല്ലേ? ഒരു ന്യൂസ് പേപ്പറും കാണിച്ചു തന്നിട്ട് കാര്യമില്ല. ഇതിലും വലിയ തെളിവ് കാണിച്ചു തന്നാലും ഞാൻ എൻ്റെ ദത്തേട്ടനെ അവിശ്വസിക്കില്ല. സ്വന്തം ഭാര്യയെ പോലും അങ്ങനെ തൊടാത്തോ ഡീ! അവൾ പറഞ്ഞു മുഴുവനാക്കും മുന്നേ ശിവ അവളുടെ വാ പൊത്തിപ്പിടിച്ചു. മിത്ര അവൻ്റെ മുഖത്തേക്ക് നോക്കി. ശിവ അവളുടെ വായിൽ നിന്നും കൈയെടുത്ത് അവളെ കൂർപ്പിച്ചു നോക്കി. സോറി, അറിയാതെ പറഞ്ഞതാ. അവൾ ഇളിച്ചു. കിട്ടിട്ടോ എൻ്റെ കയ്യിൽ നിന്ന്? ശിവ താക്കീതോടെ പറഞ്ഞു. ഓ! മിത്ര പുച്ഛിച്ചുകൊണ്ട് വീണ്ടും കിരണിനെ നോക്കി.
അവൻ അവൾ പറയുന്നത് ശ്രദ്ധയോടെ കേട്ടു നിൽക്കുകയാണ്. ആ അതൊന്നുമില്ല. എൻ്റെ ദത്തേട്ടൻ ഒരിക്കലും ആരെയും റേപ്പ് ചെയ്യില്ല. എനിക്കറിയാം. എൻ്റെ ദത്തേട്ടനെ സ്നേഹിക്കാൻ മാത്രമേ അറിയാവൂ. അവൾ കിരണിനോട് ദേഷ്യത്തോടെ പറഞ്ഞു. അപ്പോൾ പിന്നെ ആ ന്യൂസ് എന്താ? കിരൺ പുച്ഛത്തോടെ ചോദിച്ചു. എല്ലാ വാർത്തയും സത്യമാവണമെന്നില്ല. എൻ്റെ ദത്തേട്ടൻ എൻ്റെ കൂടെ അല്ലാത്തപ്പോഴല്ലേ നീ ഒളിച്ചു വന്ന് ഇതെല്ലാം എന്നോട് പറഞ്ഞേ? അങ്ങനെയാണെങ്കിൽ നീ ആ കുട്ടിയെ കൊന്നതെങ്കിലോ? അവൾ കണ്ണുരുട്ടി. ഡി അവൻ അലറി. പോടാ. അവൾ പല്ല് കടിച്ചുകൊണ്ട് അവളുടെ വയറിലിരിക്കുന്ന ശിവയുടെ കൈകൾക്ക് മുകളിൽ കൈവച്ചു. ശിവ അവളുടെ മുഖത്തേക്ക് നോക്കി. ഇറങ്ങിപ്പോവാൻ പറ ദത്തേട്ടവന്മാരോട്. ഞാൻ ദത്തേട്ടനെ വിളിക്കാൻ വേണ്ടി ഫോൺ എടുത്തപ്പോഴാ ദേ ഇവൻ വന്നേ. എന്നോട് ഇങ്ങനെ ഒരു ഫ്രണ്ടിനെ കുറിച്ച് ദത്തേട്ടൻ ഇതുവരെ പറയാത്തത് കണ്ടപ്പോഴേ എനിക്ക് എന്തോ സംശയം തോന്നിയതാ, അവൾ പറഞ്ഞു. എന്നിട്ട്? അവൻ ചോദിച്ചു. എന്നിട്ടെന്താ? ഇവന്റെ കാറിന്റെ അടുത്തേക്ക് പോയപ്പോൾ അവിടെ ദാ അയാളും. അവൾ മൈക്കിളിന് നേരെ വിരൽ ചൂണ്ടി. ശിവ കനപ്പിച്ചൊന്ന് മൂളി. ഇയാളെ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എന്തോ പണിയാണെന്ന്. അതിനിടയിൽ ഈ ന്യൂസ് പേപ്പർ കാണിച്ചു തന്നപ്പോൾ എനിക്ക് ശരിക്കും സങ്കടമായി. മിത്രയുടെ സ്വരം പെട്ടെന്ന് ഇടറിപ്പോയി. ശിവ പെട്ടെന്ന് അവളെ വിട്ടുമാറി അവളെ അവന് നേരെ തിരിച്ചു നിർത്തി. എന്തിനാടാ? അവൻ ചോദിച്ചു. അത് എൻ്റെ ദത്തേട്ടൻ കുറേ വർഷം ജയിലിലൊക്കെ കിടന്നില്ലേ, അതും ഇങ്ങനൊരു കേസിൽ. ഇതൊക്കെ ഞാനറിഞ്ഞ ദത്തേട്ടനെ ഉപേക്ഷിച്ചു പോയാലോന്ന പേടി കൊണ്ടായിരുന്നൂല്ലേ ഇടയ്ക്കിടയ്ക്ക് എന്നെ വെറുക്കുമെന്നൊക്കെ ചോദിച്ചേ, അവൾ ചോദിച്ചു. അവൻ്റെ കണ്ണ് കലങ്ങി. ഈ കുട്ടി ഇപ്പോൾ ജീവനോടുണ്ടായിരുന്നെങ്കിൽ നേരിട്ട് വന്നത് പറഞ്ഞാൽ പോലും ഞാനിതൊന്നും വിശ്വസിക്കില്ല ദത്തേട്ടാ. എനിക്കറിയാം എൻ്റെ ദത്തേട്ടനെ, അവൾ കണ്ണ് നിറച്ചുകൊണ്ട് പറഞ്ഞു. ശിവ അവളെ സ്നേഹത്തോടെ നോക്കി. അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. പോവാൻ പറ ദത്തേട്ടാ, അവൾ വീണ്ടും പറഞ്ഞു. ശിവ ദേഷ്യത്തോടെ മുന്നിലുള്ളവരെ ഒന്ന് നോക്കി. അത് കണ്ടതും കിരൺ അവനെ പകയോടെ നോക്കി. നീ നാട്ടിലേക്ക് പൊക്കോ കിരൺ, നിനക്കുള്ളത് ഞാൻ അവിടെ വെച്ച് തരാം. ഞാൻ വരുന്നുണ്ട് അങ്ങോട്ട്. കണക്കുകൾ നമുക്ക് അവിടെ വെച്ച് തീർക്കാം, ശിവ ഗൗരവത്തോടെ കിരണിനോട് പറഞ്ഞു. കിരൺ അവനെ പരിഹാസത്തോടെ നോക്കി. എന്നാ അങ്ങനെ ആവട്ടെ ശിവ, നിന്റെ അന്ത്യം എൻ്റെ കൈകൊണ്ടനായിരിക്കും, അവൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇത്ര മാസവും നീ അതിനായി കാത്തിരുന്നത് എന്തിനാ കിരൺ? നീ ഇവിടേക്ക് വന്ന അന്നേ ഞാൻ അറിഞ്ഞതാ നീ ഇവൻ്റെ ഒപ്പാണെന്ന്, ശിവ കടുത്ത സ്വരത്തിൽ പറഞ്ഞു. കിരൺ അവനെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് പുറത്തേക്കിറങ്ങി. മൈക്കിളും അവനൊപ്പം പുറത്തേക്ക് നടക്കാനൊരുങ്ങി. നിനക്കുള്ളത് വൈകാതെ തരാം, കാത്തിരുന്നോ, ശിവയുടെ ഗൗരവം നിറഞ്ഞ സ്വരം മൈക്കിളിൻ്റെ ചെവിയിൽ ഭയത്തോടെ പതിച്ചു. അവൻ ശിവയെ തിരിഞ്ഞു നോക്കി. പോവാ നോക്ക്, അവൻ പല്ല് കടിച്ചു. മൈക്കിൾ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അവരുടെ വാഹനത്തിൻ്റെ ശബ്ദം അവിടെ നിന്ന് അകന്നു പോയതും മിത്ര ശിവയുടെ നെഞ്ചിൽ നിന്നും അകന്നു നിന്ന് അവനെ ദേഷ്യത്തോടെ നോക്കി. അത് കണ്ട് ശിവയൊന്ന് ചിരിച്ചു. പോ, എന്നോട് മിണ്ടണ്ട, മിത്ര അവൻ്റെ നെഞ്ചിലടിച്ചു പറഞ്ഞുകൊണ്ട് ഹാളിലെ ഡോറടച്ച് അടുക്കളയിലേക്ക് നടക്കാനൊരുങ്ങി. എന്നാൽ അവളെ അതിനനുവദിക്കാതെ ശിവ പെട്ടെന്ന് അവളെ ഇരു കൈകളിലുമായി കോരിയെടുത്തിരുന്നു. വിടെന്നെ, എന്നെ തൊടണ്ട, മിത്ര അവനിൽ നിന്നും കുതറി. അടങ്ങിക്കിടക്കടി, അവള് വലിയൊരു പോക്കിരി വന്നേക്കുന്നു, അവനെ കൊല്ലും പോലും. അത്രയ്ക്ക് ധൈര്യം കൊണ്ടോടി നിനക്ക്, അവളെ കൈകളിൽ കോരിയെടുത്ത് റൂമിലേക്ക് നടക്കുമ്പോൾ ശിവ അവളോട് കുറുമ്പോടെ ചോദിച്ചു. മിത്ര ദേഷ്യത്തോടെ അവനിൽ നിന്നും മുഖം തിരിച്ചു. അത് കണ്ട് ഒരു ചിരിയോടെ ശിവ റൂമിലേക്ക് കയറി ബെഡിലിരുന്ന് അവളെ അവൻ്റെ മടിയിലേക്ക് ഇരുത്തി. എന്നിട്ടും മിത്ര അവൻ്റെ മുഖത്തേക്ക് നോക്കിയില്ല. ശ്രീ, അവൻ പ്രണയത്തോടെ അവളെ വിളിച്ചു. എന്നോട് മിണ്ടണ്ട, പരിഭവം നിറഞ്ഞ അവളുടെ സ്വരം. ഞാൻ മിണ്ടുമല്ലോ, എൻ്റെ ശ്രീക്ക് എന്നെ ഇത്രയ്ക്ക് വിശ്വാസമാണെന്ന് ദത്തേട്ടനെ അറിഞ്ഞില്ല കേട്ടോ, അവൻ ചിരിയോടെ പറഞ്ഞു. എനിക്ക് വിശ്വാസമൊന്നുമില്ല, അവളുടെ കവിൾ വീർത്തുപോയി. ആണൊടി പോക്കിരി, അവൻ അവളുടെ കവിളിൽ പിച്ചി. മിത്രയുടെ ചുണ്ടിൽ ചിരി വിരിഞ്ഞു. ശ്രീ, അവൻ പറഞ്ഞത് കേട്ട് ഒരു നിമിഷമെങ്കിലും നീ എന്നെ സംശയിച്ചിരുന്നെങ്കിൽ ഇല്ലാതായി പോയിനടി ഞാൻ, അവൻ്റെ സ്വരം ഇടറി. മിത്ര അവൻ്റെ മുഖത്തേക്ക് നോക്കി. എന്താടാ, അവൻ ചോദിച്ചു. എന്ത് എന്നോടൊന്നും പറഞ്ഞില്ല? ആരുമില്ലാന്ന് പറഞ്ഞിട്ട് അതിൽ പറഞ്ഞതൊക്കെ എന്താ? ബിസിനസ് മാനോ? ആരെ ഏഞ്ചല്?
ആരാ സാഗർ? ഒന്നും ഒന്നും എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. അതൊക്കെ ഓർത്തപ്പോൾ എനിക്ക് സങ്കടം വന്നു. പിന്നെ എൻ്റെ ദത്തേട്ടൻ ജയിലിൽ കിടന്നതൊക്കെ ഓർത്തപ്പോൾ സഹിച്ചില്ല എനിക്ക്. എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ദത്തേട്ടനോട് ദേഷ്യം കാണിച്ചേ. സോറി. എന്നാലും എന്നോട് പറഞ്ഞില്ലല്ലോ. അവൾ അവനെ ദേഷ്യത്തോടെ നോക്കി. അവൻ മറുപടി പറയാതെ അവളെ തന്നെ നോക്കിയിരുന്നു. പതിയെ ആ കണ്ണുകൾ നിറയുന്നത് അവൾ പകപ്പോടെ കണ്ടു. ദത്തേട്ടാ, കരയാണോ? ഞാൻ ഞാൻ വെറുതെ ചോദിച്ചതാ. പറയാൻ ഇഷ്ടമില്ലെങ്കിൽ പറയണ്ട. എനിക്കൊന്നും അറിയണ്ട. അവൾ അവൻ്റെ കവിളിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. അവൻ പെട്ടെന്ന് അവളുടെ മാറിലേക്ക് ചാഞ്ഞു. ഒന്ന് വിറച്ചെങ്കിലും അവളുടെ കൈകൾ അവനെ ചേർത്തു പിടിച്ചു. സാഗർ, എൻ്റെ പപ്പ, അനാഥനായ ശിവയ്ക്ക് ഒരു ജീവിതം തന്ന നന്മയുള്ള മനുഷ്യൻ. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. മിത്ര അവനെ ചേർത്തു പിടിച്ചു. അവൻ്റെ ഓർമ്മകൾ പതിയെ വർഷങ്ങൾ പിന്നിലേക്ക് പോയി. തുടരും.